വലിയ ചർച്ച നടക്കുക. സമ്മർ വെക്കേഷൻ ഇല്ലേ, ഈ ചൂടുകാലത്തുള്ള അവധി, ആ ചൂടുകാലത്തൊന്ന് മാറ്റി മഴക്കാലത്തേക്ക് ആക്കിയാലോ, അതായത് മോൺസൂൺ വെക്കേഷൻ ആക്കിയാലോ എന്നുള്ളൊരു ചർച്ച നടത്തുക. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഈ ഹോളിഡേയ്സിൻ്റെ കാര്യത്തിൽ നമ്മുടെ വേനലവധി ചൂടുകാലത്ത്, അതായത് ഇപ്പോഴുള്ളതുപോലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേണോ അതോ മഴക്കാലത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ വേണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതെന്ന് നോക്കാം. ജൂൺ ജൂലൈ മാസത്തിൽ ഈ വർഷം പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസത്തിൽ നല്ല കനത്ത മഴയായിരുന്നു. പല സ്ഥലങ്ങളിലും വെള്ളം പോകുന്ന അവസ്ഥയുണ്ടായി. പലപ്പോഴും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കേണ്ടി വന്നു. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത് എന്തിനാണ്? ഒന്ന്, കുട്ടികളുടെ സുരക്ഷയെ കരുതി. രണ്ട്, ഭരണപരമായ സർക്കാരിൻ്റെ ആവശ്യം. അതായത് പലപ്പോഴും വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകൾ മിക്കവാറും സ്കൂളുകളായിരിക്കും. അപ്പോൾ ആ ഒരു ഭരണപരമായ കാര്യം കൂടെ കണക്കിലെടുത്തിട്ടാണ് ഈ വേനലവധിക്ക് പകരം കാലവർഷക്കാലത്ത്, അതായത് ഈ ദുരിതപ്പെയ്ത്ത് വരുന്ന, ഇപ്പോൾ പലപ്പോഴും നമ്മുടെ മഴക്കാലം ഭയങ്കര ദുരിതമാകുന്നുണ്ടല്ലേ കേരളത്തിൽ. ഈ ഒരു വർഷം പ്രത്യേകിച്ച് മഴ തോർന്നിട്ടേ ഇല്ല, എന്നും മഴയായിരുന്നു. അപ്പോൾ ഈ ഒരു കാലത്ത് എപ്പോഴും കുട്ടികൾക്ക് അവധി കൊടുക്കേണ്ടി വരിക. അപ്പോൾ അവർക്ക് നഷ്ടമാകുന്ന ക്ലാസ്സുകൾ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുമെന്നുള്ള ആശങ്ക. കൃത്യമായ ഒരു കണക്കുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ. ഇത്ര ദിവസം വർക്കിംഗ് ഡേയ്സ് ആയിരിക്കണം സ്കൂളുകൾക്ക്, അത്രയും ദിവസം പഠന മണിക്കൂറുകൾ കുട്ടികൾക്ക് കിട്ടണം എന്നൊക്കെയുള്ള കണക്കുകളുണ്ട്. അപ്പം ഈ ഒരു പ്രതിസന്ധിയൊക്കെ കൂടെ കണക്കിലെടുത്താണ് ഇങ്ങനൊരു ചർച്ചയ്ക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നത്. പക്ഷേ എന്താണ് വേനലവധി നമുക്ക് കൊടുക്കാൻ കാരണം? ചൂടല്ലേ. ഈ വേനൽക്കാലത്ത് അവധി കുട്ടികൾക്ക് നൽകുന്നതിന് പ്രധാന കാരണം തന്നെ കടുത്ത വെയിലാണ്. ഈ വെയിലത്ത് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ പലപ്പോഴും സൂര്യാഘാതം ഏൽക്കാനും അവർക്ക് തളർച്ച ഉണ്ടാകാനും ക്ഷീണം ഉണ്ടാകാനും ഒക്കെ കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് ഈ വേനൽക്കാലത്ത് കുട്ടികൾക്ക് റെസ്റ്റ് കൊടുക്കുന്നത്. അത് മാറ്റി മഴക്കാലത്തായാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി നിങ്ങളൊന്ന് കുറച്ച് കൊല്ലം മുന്നേ പുറകിലോട്ടൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ കോവിഡ് സമയത്താണ് വലിയ മാറ്റം നമ്മുടെ ലോകത്തുണ്ടായത്. ആളുകളുടെ ജോലിയൊക്കെ മിക്കവാറും പേർക്കും വർക്ക് ഫ്രം ഹോം ഒക്കെ കിട്ടി. പിന്നീട് ഇങ്ങോട്ട് പല കമ്പനികളും അത് തന്നെ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പം വലിയൊരു മാറ്റമാണ് കോവിഡ് നമുക്ക് കൊണ്ടുവന്നത്. ഈ പല മുതിർന്നവർക്കും ഇപ്പോൾ ജോലി ചെയ്യാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുകയേ വേണ്ടാത്ത അവസ്ഥയാണ്. വീട്ടിലൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലിരുന്ന് അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ കുട്ടികളുടെ കാര്യം ഓർമ്മയുണ്ടോ? കോവിഡ് കാലത്ത് നമ്മളെ എന്തുമാത്രം ബുദ്ധിമുട്ടി അവരെ ഒന്ന് മാനേജ് ചെയ്യാൻ, അല്ലേ? പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിനുള്ളിൽ തളച്ചിട്ട അവസ്ഥയായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താ കോവിഡ് കൊണ്ട്? നമുക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളെ പുറത്തിറക്കാതെ വീട്ടിനുള്ളിൽ വെച്ച് വളർത്താൻ പറ്റില്ലെന്ന്, അല്ലേ? ഈ വേനലവധിയുടെ ഒരു ഗുണം എന്താണെന്നറിയാമോ? ചൂടുകാലത്ത് നമുക്ക് എവിടെയും പോകാം. ഈ സൺബേൺ ഉണ്ടാകുന്ന അവസ്ഥയിൽ പുറത്തിറങ്ങി നിൽക്കുന്നത് ഒഴിച്ചാൽ നമുക്ക് ഈ വേനലവധിക്കാലത്ത് തണുപ്പുള്ള സ്ഥലത്തേക്ക് വേനലവധിക്കാലത്തിലെ നമ്മൾ മൂന്നാറിലേക്കോ വയനാട്ടിലേക്കോ കൊടൈക്കനാലിലേക്കോ ഊട്ടിയിലേക്കോ ഒക്കെ യാത്ര പോകുന്നത്, അല്ലെങ്കിൽ കുളു മണാലിയിലേക്ക് പോകുന്നു, ഷിംലയിലേക്ക് പോകുന്നു. അങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയമാണല്ലേ. വേനലവധിക്കാലത്താണ് നമ്മൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പലപ്പോഴും വേനലവധിക്കാലത്ത് സമ്മർ ക്യാമ്പിലൊക്കെ പോകുന്നുണ്ട്. സമ്മർ ക്യാമ്പിലൊക്കെ കൂടുതലും ആക്ടിവിറ്റീസാണ്. പുറത്തിറങ്ങിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നു. അപ്പം വെയിൽ അധികം ഇല്ലാതെ തണലുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതേസമയം മഴക്കാലത്താണ് വെക്കേഷനെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ, കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? നമ്മൾ അവരുടെ സേഫ്റ്റിയെ കരുതിയാണ് മഴക്കാലത്ത് അവധി വേണമെന്ന് നമ്മൾ താല്പര്യപ്പെടുന്നതെന്ന് വെച്ചോ. എത്രത്തോളം സേഫായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത്? വീട്ടിനകത്ത് ഇരുന്നത് കൊണ്ട് അവർ സേഫായോ? അവരുടെ ഒരു മാനസികോല്ലാസം കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ? അവരുടെ മനസ്ഥിതി കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ? അവർ എത്രത്തോളം ഹാപ്പി ആയിരിക്കും വീടിനുള്ളിൽ മഴക്കാലത്ത് ഇരുന്ന് പോകുന്നത്? നമുക്ക് വേനലവധിക്കാലത്തൊക്കെ വെയിലാറുമ്പം വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങിപ്പോയി കളിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ പോലും നമുക്ക് ഈ മഴക്കാലത്ത് കളിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, തീരെ കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല ഈ വേനലവധി ബാധകമാവുക. ഒരു 6-7 ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പിള്ളേരുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ഈ മഴക്കാലത്ത് അവരെ വീട്ടിലിരുത്തിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. അവർ മിണ്ടാതെ മഴയാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കൂടുതൽ റിസ്ക്കി അല്ലേ അവരങ്ങനെ ഇരിക്കുന്നത്? അവർ പലപ്പോഴും മീനെ പിടിക്കാനോ നീന്താനോ ഒക്കെ പുഴയിലേക്കോ തോട്ടിലേക്കോ ഒക്കെ പോകുന്ന അവസ്ഥയുണ്ടാകും. അത് കൂടുതൽ ഡേഞ്ചറസ് ആവത്തേ ഉള്ളൂ, അല്ലേ? ഇപ്പം തന്നെ നമ്മൾ കാണുന്നു, മഴ പെയ്യുമ്പോൾ ക്ലാസ്സൊക്കെ ഉള്ള സമയത്താണ് പോലും, ഒരു ദിവസം അവധി കിട്ടുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ പ്രത്യേകം പറയും അവധിയാണെന്ന് കരുതി പുറത്തിറങ്ങി നടക്കാനല്ല, വീട്ടിലിരിക്കേണ്ടതാണ്. കാരണം സേഫ്റ്റിയെ കരുതിയാണ് ഈ ഒരു അവധി എന്നുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് ഇത്തരം അപകടങ്ങളിലേക്ക് ചെന്നുപെടും. കാരണം പലപ്പോഴും പേരൻസൊക്കെ ജോലിക്ക് പോയിരിക്കുമായിരിക്കും, അവർക്ക് അവധി ഉണ്ടാവില്ലല്ലോ.
കുട്ടികൾ പലപ്പോഴും പുറത്തിറങ്ങിപ്പോയി കൂട്ടുകൂടി മീൻ പിടിക്കാനെന്നൊക്കെ പറഞ്ഞ് പുറത്തു പോയി ഈ വെള്ളം കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ പോകാനും അപകടങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യത കൂടുതലാണ്. കാലവർഷക്കാലത്ത് പകർച്ചവ്യാധികൾ പടരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് സേഫ്റ്റിക്ക് കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പകർച്ചവ്യാധികൾ ആർക്കും വരാം അല്ലേ? കുഞ്ഞുങ്ങൾ വീട്ടിലിരുത്തിക്കൊണ്ട് അത് വരാതിരിക്കത്തൊന്നുമില്ല. നമുക്ക് വേണമെങ്കിലും വരാം. നമ്മൾ പുറത്തിറങ്ങി ജോലി ചെയ്യുമ്പോൾ നമുക്കും ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണം മൂലം വെള്ളത്തിൽ നിന്നോ ഒക്കെ ആയിട്ടും പകർച്ചവ്യാധികൾ വരാൻ പറ്റും. അതുകൊണ്ട് സ്കൂളിൽ പോകുന്നത് കൊണ്ട് മാത്രം പകർച്ചവ്യാധികൾ വരുന്നില്ല. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് പനിയൊക്കെ വരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പകർച്ചവ്യാധികളില്ലേ അല്ലാതുള്ള, അതൊന്നും കുട്ടികൾക്ക് അതുകൊണ്ട് വരണമെന്നില്ല. അപ്പം നമ്മൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് ആർജിക്കുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ അതൊരു അപ്പം തോന്നുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കും. വളരെ ചിന്തിച്ച് തന്നെ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഒന്ന്, കുട്ടി 2 മാസത്തെ അവധിക്കാലം അവർക്ക് തരുന്നത് എന്തിനാണ്? അവർക്ക് മഴ ആയതുകൊണ്ട് സേഫായിട്ട് വീട്ടിലിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. അവർക്ക് 2 മാസം കളിച്ചും മറ്റുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയമാണ് ഈ വേനലവധിക്കാലം. ഒപ്പം മാതാപിതാക്കൾക്കൊപ്പം യാത്ര പോകണം. ഇതൊന്നും ഈ മഴക്കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ടും യാത്ര പോകാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം. വണ്ടി എടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നത് ഒട്ടും സേഫ് അല്ലാത്ത സമയമാണ് മഴക്കാലം അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മളൊരു യാത്ര പോകുന്നതൊന്നും നമുക്ക് സാധ്യമല്ല. പിന്നെ നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ, ഇപ്പം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു 5 കൊല്ലം മുന്നത്തെ പോലെയല്ല, ഭയങ്കരമായിട്ട് മാറി മറിയുന്നുണ്ടല്ലേ. നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ വേനൽ അത്രയും രൂക്ഷമല്ലായിരുന്നു ഈ കൊല്ലത്തെ വേനൽ. പല സമയത്തും ഞാൻ ഈ തിരുവനന്തപുരത്തെ ഒരു അനുഭവം പറയുവാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ അത്രയും കടുത്ത വേനലല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ വർഷം ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ നമുക്ക് നല്ല മഴ കിട്ടി. അത് മാത്രമല്ല, ജൂൺ ജൂലൈ തുടർച്ചയായിട്ട് മെയ് മുതൽ തന്നെ നമുക്ക് മഴയായിരുന്നു. ഈ മെയ് മുതൽ തന്നെ മഴയുള്ളൊരു പ്രതിഭാസം ഈ അടുത്ത കാലത്ത് അങ്ങനെ അത്രയും കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം മെയ്യിലൊക്കെ നല്ല കടുത്ത ചൂടായിരുന്നു. മെയ് അവസാനത്തോടു കൂടിയാണ് മഴയൊക്കെ വന്നു തുടങ്ങിയത്. ഇത് ഈ വർഷം അങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വർഷവും അങ്ങനെ ആവണമെന്നുണ്ടോ? ഓർക്കുന്നില്ലേ, നമ്മുടെ പ്രളയം വന്ന ഒരു ഓഗസ്റ്റ് 18-നല്ലേ? പിന്നെ ചൂരൽമല ദുരന്തം ഉണ്ടായത് എപ്പോഴാണ്? ജൂലൈ 30-ന്, അതായത് ജൂലൈ കഴിയാറാവുന്ന ഒരു സമയത്ത്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മഴ ഇഷ്ടം പോലെ കിട്ടും. ഈ കാലവർഷം മാത്രമല്ല, നമുക്ക് തുലാവർഷമുണ്ട്, നമുക്കൊരു വശത്ത് കടലുണ്ട്, കടൽക്ഷോഭം എപ്പോൾ വേണമെങ്കിലും വരാം, നമുക്ക് 44 നദികളുണ്ട്, നമുക്കിതിലെല്ലാം പലതിലും ഡാമുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു പ്രത്യേക പരിതസ്ഥിതി വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ മഴ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. ഈ മഴയുടെ പാറ്റേൺ മാറിക്കൊണ്ടും ഇരിക്കുകയാണ്. തുള്ളിക്കൊരുകുടം എന്ന് പറഞ്ഞ പോലെ പെട്ടെന്നൊരു വലിയ മഴ വന്ന് വെള്ളം പൊങ്ങി പിന്നെ മഴയില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ചേഞ്ച് ആവുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് ഈ വെക്കേഷൻ മുഴുവൻ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? കാരണം വെക്കേഷൻ മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു തീരുമാനമാണ്. നമ്മുടെ മൊത്തം അക്കാദമിക് കലണ്ടർ അതനുസരിച്ച് മാറും, പരീക്ഷയുടെ സമയം മാറും. ഇപ്പോൾ എങ്ങനെയാണ് ഓണാവധി നമ്മളിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്? ഓണത്തിന് മുന്നേ നമുക്കൊരു പരീക്ഷ ഉണ്ടാവാറുണ്ട്. പിന്നെ CBSE ഒക്കെ മാറി, എന്നാലും ഓണത്തിന് മുന്നേ ഒരു ഓണപരീക്ഷ ഉണ്ടാവാറുണ്ട്. അതിനുശേഷം നമുക്ക് 10 ദിവസം അവധിയാണ്. അങ്ങനെയാണ് കുട്ടികൾ ഓണം ആഘോഷിക്കുന്നത്. ക്രിസ്മസിന് ഒരു അവധി. അങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മൊത്തം അക്കാദമിക കലണ്ടറും നമ്മൾ മാറ്റേണ്ടി വരും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ജൂണിൽ വരുന്ന മഴ പിന്നെ ജൂലൈ ഓഗസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് മാറ്റേണ്ടി വരുമോ? പിന്നെ ഈ വേനലായാലും മഴയായാലും ഭയങ്കരമായി അതൊന്നും അഫക്റ്റ് ചെയ്യാത്ത സ്ഥലത്തിരുന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി ജഡ്ജ് ചെയ്യാനും പറ്റില്ല. കാരണം കൊടും വേനലുള്ള സമയത്തെ പാലക്കാട്ടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോകേണ്ട അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അസംബ്ലിക്കാണെങ്കിലും കൈ കഴുകാനായിട്ട് പുറത്ത് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അവർ കളിക്കാൻ പുറത്തിറങ്ങുമ്പോഴാണൊക്കെ അങ്ങനെയൊക്കെ ഇറങ്ങാൻ പറ്റുമോ? ഒട്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും കൊടും വേനലാവുന്ന അവസ്ഥ അല്ലേ? അപ്പം പാലക്കാട്ട് ഒക്കെ ഈ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടുക എന്ന് വെച്ചാൽ അത് ഒട്ടും പ്രായോഗികമായ തീരുമാനമാവില്ല. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജൂൺ ജൂലൈ മാസത്തിൽ കുട്ടനാട്ടെയൊക്കെ അവസ്ഥ എന്താണ്? മുഴുവൻ വെള്ളത്തിലായിരിക്കും. അപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം സ്ഥിരമായി ഈ മഴക്കാലത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരാണ്. അവിടുത്തെ കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാനേ പറ്റില്ല. ഒപ്പം തന്നെ അവിടുത്തെ ആൾക്കാരെല്ലാം സ്കൂളിലായതുകൊണ്ട് സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്നതും മഴ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് പോലും സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്നത് പ്രായോഗികമല്ല. അപ്പം സർക്കാരിൻ്റെ ഭരണപരമായ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് അവധി അടിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ അത് കുഞ്ഞുങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണോ അതോ സർക്കാരിൻ്റെ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നിന്നാണോ നമ്മളിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതെന്ന് ചിന്തിച്ച് തന്നെ എടുക്കേണ്ടതാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ നമ്മളൊരു ഡിസിഷൻ, കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് വേണം എടുക്കാൻ അല്ലേ? ഒടുവിൽ അവരെ ഈ ഒരു ജനറേഷനെ മുഴുവൻ ദോഷകരമായി ബാധിക്കുന്ന ഒരു തീരുമാനമായിട്ട് അത് മാറാനും പാടില്ല. അതുകൊണ്ട് വലിയ മഴയുള്ളപ്പം അത് വല്ലാതെ അഫക്റ്റ് ചെയ്യുന്ന ആ സ്ഥലത്തെ ആൾക്കാരെ നമ്മൾ മനസ്സിൽ കരുതണം. കൊടും ചൂടുള്ള സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ മനസ്സിൽ കരുതണം. അത് എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പം ഈ ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം കൊടും മഴയുള്ള സമയത്ത് അവധി കൊടുത്ത് പിന്നീട് ശനിയാഴ്ചയോ മറ്റോ ക്ലാസ് വയ്ക്കുകയും അല്ലെങ്കിൽ മുതിർന്ന കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വെക്കുന്നതും ഒക്കെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിക്കാണോ കുഞ്ഞുങ്ങളുടെ മാനസികോല്ലാസത്തിനാണോ ഈ അവധി നൽകുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കണം. സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് തന്നെ ആ പ്രദേശത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അതാത് ജില്ലാ കളക്ടർമാർ തീരുമാനിക്കുന്ന ഒരു രീതി തന്നെയാണ് നല്ലത്.
ഇതൊക്കെയാണ് എനിക്കിതേപ്പറ്റി പറയാനുള്ള അഭിപ്രായം. ഞാനൊരു കൃത്യമായ അഭിപ്രായം അത് മാറ്റേണ്ട, സമ്മർ വെക്കേഷൻ തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വെറുതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഒരു ചർച്ചയിൽ നിന്ന് മാത്രം ഒരു തീരുമാനം ഉരുത്തിരിയരുത്. ഇത് വ്യക്തമായും തന്നെ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെപ്പറ്റി പഠിക്കുന്നവരും എല്ലാം ഉൾപ്പെട്ട ഒരു സമിതി തന്നെ നിയോഗിച്ച് സർക്കാർ കാര്യമായി തന്നെ ഇതേപ്പറ്റി ഒരു പഠനം നടത്തി മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണിത്.